എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ദേവൂസ് ലെൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ സാരി വെച്ചിട്ട് ഒരു ലൈനിങ് കുർത്തി ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ലൈനിങ് പാർട്ട് കട്ട് ചെയ്യാം. നമുക്ക് ആദ്യം ലൈനിങ് ഇങ്ങനെ നാലായിട്ട് പിരിച്ചിടാം. ഇത് ഫോൾഡ് ചെയ്ത ഭാഗമാണ്. ഇവിടെയാണ് നമ്മുടെ ഓപ്പൺ സൈഡ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് അളവുകളെല്ലാം നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ആദ്യം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ 17 ഇഞ്ചാണ്. 17ന്റെ നേർ പകുതി 8.5 എങ്ങനെ മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് താഴേക്ക് നമുക്കൊരു 8 ഇഞ്ച് ആം ഹോൾ മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിനിങ്ങനെ വരച്ചെടുക്കാം. ഇനി നമുക്ക് ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് വിഡ്ത്ത് 46 ഇഞ്ചാണ് വേണ്ടത്. 46ന്റെ 4/1 നമുക്ക് മാർക്ക് ചെയ്യാം. 11 നമുക്ക് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇവിടുന്ന് 2 ഇഞ്ച് സീം അലവൻസ് ഇടാം. എന്നിട്ട് നമുക്ക് ഇതിനൊരു ബോക്സ് ആയിട്ട് ഇങ്ങനെ വരച്ചെടുക്കാം. ആം ഹോൾ കർവിനായിട്ട് ഇവിടെ നിന്ന് 1 ഇഞ്ച് മേളിലേക്ക് മാർക്ക് ചെയ്യാം. ഷോൾഡർ സ്ലോപ്പിനായിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ച് നമുക്കിങ്ങനെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്നും ഇവിടെ നിന്നും ആം ഹോൾ ഹൈറ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. 7.5 7.5യുടെ നേർ പകുതി നമുക്കൊന്ന് എടുക്കാം. 3.25 മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതുമായിട്ട് നമുക്കൊന്ന് വരച്ചെടുക്കാം. ഫ്രണ്ട് ആം ഹോളിനായിട്ട് നമുക്ക് ഒരു 1/2 ഇഞ്ച് കുഴിച്ചു വെട്ടാനുണ്ട്. അപ്പൊ അതിങ്ങനെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്ന് നമുക്കിങ്ങനെ ഈ 1/2 ഇഞ്ചും കൂടെ ഒന്ന് കണക്കാക്കി വരച്ചെടുക്കാം. എന്നിട്ട് ആം ഹോൾ റൗണ്ട് നമുക്ക് മൊത്തം വരുന്നത് 22 ഇഞ്ചാണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് അളന്ന് നോക്കാം. 11 വരുന്നുണ്ട്. അപ്പൊ ആം ഹോൾ റൗണ്ട് ഇവിടെ കറക്റ്റ് ആണ്. അപ്പൊ 22ന്റെ പകുതി 11 നമുക്ക് ഒരു സൈഡ് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ആം ഹോളിന്റെ അളവ് കറക്റ്റ് ആണ്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 3.5 ഇഞ്ച് കൊടുക്കുന്നത് നെക്ക് വിഡ്ത്ത് ആയിട്ട്. ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം 5 ഇഞ്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്. 5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഞാനിവിടെ സ്ക്വയർ കഴുത്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സ്ക്വയർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്ക് നെക്ക് മാർക്ക് ചെയ്യാം. ബാക്ക് നെക്കും സെയിം അല്ല, ബാക്ക് നെക്ക് ഒരു 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. അവിടെ റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ബോഡി ഷേപ്പ് മാർക്ക് ചെയ്യാം. ബോഡി ഷേപ്പ് 16 ഇഞ്ചാണ് ബോഡി ഷേപ്പ് വരുന്നത്. അവിടുത്തെ വിഡ്ത്ത് എന്ന് പറയുന്നത് 41 ഇഞ്ചാണ്. 41ന്റെ 4 നമുക്ക് മാർക്ക് ചെയ്യാം. 10.25 അപ്പൊ നമുക്കിവിടെ 10.25 മാർക്ക് ചെയ്യാം. 10.25 മാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് 2 ഇഞ്ച് സീം അലവൻസ് നമുക്ക് കൊടുക്കാം. എന്നിട്ട് അതിനെ ഇങ്ങനെ ഒന്ന് വരയ്ക്കാം. സ്ലിറ്റിന്റെ ഹൈറ്റ് 21 ആണ്. 21 ഇഞ്ചാണ്. നമുക്ക് 21 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. ഇവിടുത്തെ വിഡ്ത്ത് എന്ന് പറയുന്നത് 48 ആണ്. 48 എടുത്തിട്ട് 48ന്റെ 4 നമുക്ക് മാർക്ക് ചെയ്യാം. 12. അപ്പൊ നമുക്ക് 12 ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് 1 ഇഞ്ച് സീം അലവൻസ് ഇടാം. എന്നിട്ട് ഇതിനെ നമുക്ക് വരച്ചെടുക്കാം. ഇനി നമുക്കിനി ഹൈറ്റ് മാർക്ക് ചെയ്യാം. ഹൈറ്റ് 48 ആണ് വേണ്ടത്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 48 വരണം. ഇത് ലൈനിങ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് 45 കൊടുക്കുന്നുള്ളൂ. കാരണം മെയിൻ പാർട്ട് 48 സ്റ്റിച്ച് ചെയ്ത് വേണം. ലൈനിങ് കുറച്ച് കയറിയാണ് നിൽക്കുന്നത്. അപ്പൊ 45 മാർക്ക് ചെയ്തു. പ്ലസ് 1 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്. നമുക്കിത് ഇങ്ങനെ അങ്ങ് വരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഭാഗത്തെ താഴേക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് പോവാം. ഇവിടെ നമ്മൾ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സ്ലോപ്പ് നമുക്കിങ്ങനെ വരയ്ക്കാം. അത് കണക്കാക്കി നമുക്ക് ഈ 1/2 ഇഞ്ച് കട്ട് ചെയ്ത് പോവാം. ബാക്ക് ആം ഹോൾ കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്നും ഈ ബാക്ക് പാർട്ട് അങ്ങ് മാറ്റാം. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം. ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്യാം. ഇത് ഫ്രണ്ടാണ്. ലൈനിങ്ങിന്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് മെയിൻ പാർട്ട് കട്ട് ചെയ്യാം. ആദ്യം നമുക്ക് കുർത്തിയുടെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാം. അതിനായിട്ട് ലൈനിങ് തുണി മെയിൻ ക്ലോത്തിന്റെ മേലെ ഇങ്ങനെ വിരിച്ചിരിക്കുവാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ നെക്ക് കട്ട് ചെയ്യുന്നില്ല. കാരണം നെക്കില് നമ്മുടെ പല്ലുവിന്റെ കുറച്ച് ക്ലോത്ത് വെക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഷോൾഡർ ഞാനിങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതുവരെയാണെന്നുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ആം ഹോൾ മുതൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്യാം.
സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് തുണി ഇതുപോലെ വിരിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു സൈഡ് മാത്രമേ ഡിസൈൻ വരുന്നുള്ളൂ, ബാക്ക് സൈഡിൽ ഡിസൈൻ വരുന്നില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ വെക്കാം. ഇനി നമുക്ക് അളവുകൾ എഴുതാം. ഹൈറ്റ് വേണ്ടത് എനിക്ക് 20 ഇഞ്ചാണ്. 20 ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് വേണം. ഇവിടെ ഒരു 1/2 ഇഞ്ച് നമുക്ക് യോജിപ്പിക്കാൻ വേണം, ഇവിടെ മടക്കി തയ്ക്കാനായിട്ട്. ഇങ്ങനെ മാർക്ക് ചെയ്യാം. സ്ലീവിന്റെ വിഡ്ത്ത് ഞാനിവിടെ 11 എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും വേണ്ടി വരില്ല. എന്നിട്ട് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇവിടെ നിന്നൊരു 3.5 താഴേക്ക് മാർക്ക് ചെയ്യാം. ആം ഹോളിന്റെ ഇവിടെ നിന്നൊരു 3.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ നിന്നൊരു 2.5 ഇഞ്ച് നമുക്ക് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഷോൾഡറിന്റെ അവിടെ നിന്ന് 2.5 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതിനെ നമുക്കിന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ ആം ഹോൾ റൗണ്ട് നമുക്ക് 22 ഇഞ്ചാണ് വേണ്ടത്. നമുക്കിത് എത്ര ഉണ്ടെന്ന് നോക്കാം. ഇവിടെ 12 ഇഞ്ചുണ്ട്. 12 ഇഞ്ച് ആവുമ്പോൾ ആം ഹോൾ റൗണ്ട് എന്ന് പറയുന്നത് 24. അപ്പൊ നമ്മുടെ സീം അലവൻസിനോട് ചേർത്തിട്ട് ഇത് കറക്റ്റ് ആണ്. നമുക്കിനി മാർക്ക് ചെയ്യാം. താഴ്ഭാഗത്തെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇവിടെ 10 ഇഞ്ചാണ്. 10 ആകുമ്പോൾ ഇവിടെ 5 ഇഞ്ച് നമുക്ക് 5.25 കൊടുക്കാം. മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിങ്ങനെ വരച്ചെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്യാം. സ്ലീവിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് സ്ലീവിനെ സെപ്പറേറ്റ് ചെയ്യാം. ഇത് ലെഫ്റ്റ് സ്ലീവും ഇത് റൈറ്റ് സ്ലീവും ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഫ്രണ്ട് ഒന്ന് കുഴിച്ചു കയറ്റിയാം. അതിനായിട്ട് നമ്മുടെ ഈ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ ഭാഗത്ത് നിന്നും ഇവിടത്തെ 2 ഇഞ്ചും കൂടെ മാറ്റിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെയൊന്ന് 1/2 ഇഞ്ച് കണക്കൊക്കെ കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്കിത് മാത്രം, ഈ ഫ്രണ്ട് പാർട്ട് മാത്രം എടുത്ത് കട്ട് ചെയ്ത് മാറ്റാം. നെക്കിന്റെ അവിടെ വെക്കാനായിട്ട് 15.5 ഇഞ്ച് നീളത്തില് 8.5 ഇഞ്ച് വീതിയില് ഇതുപോലൊരു പീസ് പല്ലുവിന്റെ ഭാഗത്തു നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ നെക്കിന്റെ സെന്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ പല്ലുവിന്റെ സെന്റർ മാർക്ക് ചെയ്തു. എന്നിട്ട് ഇത് എങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഇതിനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നെക്ക് കട്ട് ചെയ്യാനായിട്ട്. നമ്മള് കുർത്തിയുടെ ഫ്രണ്ട് പാർട്ടില് പല്ലുവിന്റെ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പല്ലുവിന്റെ നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ, ആ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം ഈ സെന്ററിന്റെ അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് ഇതിനെ യോജിപ്പിച്ചതിന് ശേഷം ഈ ഭാഗങ്ങളും കൂടെ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സ്റ്റിച്ച് നമുക്ക് ഇളക്കി മാറ്റണം. ഇതിന്റെ നെക്ക് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. നെക്ക് കട്ട് ചെയ്യാനായിട്ട് തുണി ഇതുപോലെ ഇങ്ങനെ വിരിച്ചിടാം. അതിന്റെ മേലെ നമുക്ക് ലൈനിങ് പീസ് വെക്കാം. ഇനി നമുക്ക് നെക്കിനൊരു ഡിസൈൻ ചെയ്യാം. ഇവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് 3 ഇഞ്ച്. അതിങ്ങനെ മാർക്ക് ചെയ്ത് ഇങ്ങനെ റൗണ്ട് ആയിട്ട് വരയ്ക്കാം. റൗണ്ട് വരച്ചതിന് ശേഷം 7.25 പകുതി, അതായത് ഈ ബോർഡറിന്റെ പകുതി, ഈ ബോർഡറിന്റെ പകുതി ഇതായിട്ട് വരും. അപ്പൊ അതിനെ നമുക്ക് 4 വയ്ക്കാം. നമുക്ക് ഇവിടെ നിന്നൊരു 1/4 ഇഞ്ച്, ഇവിടെ നിന്നൊരു 1/4 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ നമുക്കൊരു വി കട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ നെക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് നെക്ക് നല്ല ഫിനിഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഈ സൈഡുകളെല്ലാം ലൈനിങ്ങുമായിട്ട് ഫുൾ ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. എല്ലാ വശവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് പാർട്ട് ഇതുപോലെ ലൈനിങ്ങുമായിട്ട് യോജിപ്പിച്ചെടുക്കാം. ബാക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ട് ചെയ്തതുപോലെ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടുമായിട്ട് ഷോൾഡർ യോജിപ്പിച്ചെടുക്കാം. അതിനായിട്ട് ബാക്ക് പാർട്ടിന്റെ മേലെ ഫ്രണ്ട് പാർട്ടിനെ ഇങ്ങനെ വെക്കാം. അതിനുശേഷം നമുക്ക് ഈ ഷോൾഡർ ഒരു 1/2 ഇഞ്ച് പിടിച്ച് ഷോൾഡറിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഷോൾഡർ യോജിപ്പിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ് ചെയ്യാം. സ്ലീവ് ചെയ്യാനായിട്ട് ഷോൾഡറിന്റെ സെന്ററില് സ്ലീവിന്റെ സെന്റർ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഫിനിഷ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 2 സ്ലീവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ബോഡി ഷേപ്പ് മാർക്ക് ചെയ്യാം. അതിനായിട്ട് തുണി ഇങ്ങനെ തിരിച്ചിടാം. ഇവിടെ നമ്മൾ 1 ഇഞ്ചാണ് മാർക്ക് ചെയ്ത്, ആ 1 ഇഞ്ചും ഇവിടെ നിന്നെല്ലാം 2 ഇഞ്ച് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് ഇരുവശത്തും നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഷേപ്പ് ചെയ്യാനായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. 1 ഇഞ്ചും ഇവിടെയെല്ലാം 2 ഇഞ്ചും കണക്കാക്കി വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. അപ്പൊ നമ്മൾ 2 വശത്തും ഇതുവരെ ഷേപ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് സ്ലിറ്റ് ചെയ്യാം. അതിനായിട്ട് കണ്ടോ ഇങ്ങനെ ഈ ലൈനിങ്ങിന്റെ ഈ ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മൾ സൈഡ് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. 2 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഫിനിഷ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ഈ സൈഡിലൂടെ ഒരു സ്റ്റിച്ചും കൂടെ നമുക്ക് കൊടുക്കാം. നമ്മുടെ സ്ലിറ്റ് റെഡി ആയി കഴിഞ്ഞു. കണ്ടോ, നല്ല ഫിനിഷ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ലൈനിങ് കുർത്തി റെഡി ആയി കഴിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.